ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ കരുണയും സമാധാനവും കേട്ടോ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു സാക്ഷ്യം വായിക്കാം അല്ലേ? ഇന്നൊരു സാക്ഷ്യം വായിക്കാം. സ്നേഹം നിറഞ്ഞ വിനോദിച്ച ഞാൻ അച്ഛൻ്റെ ഹാഫ് കുടുംബാംഗമാണ്. ഫുൾ കുടുംബാംഗമാകാൻ ശ്രമിക്കുന്നുണ്ട്. കുഴപ്പമില്ല, അംഗീകരിച്ചിരിക്കുന്നു കേട്ടോ. ഈ സാക്ഷി എഴുതിയിരിക്കുന്ന ഫിയോണ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് സാക്ഷി എഴുതിയിരിക്കുന്നത്. 2 മാസം മുൻപ് എനിക്ക് ഒരു പ്രത്യേക തരത്തിൽ പൊടിയുടെ അലർജി മൂലം കണ്ണിന് ഭയങ്കരമായിട്ട് അസുഖം വന്നു. കണ്ണ് മുഴുവൻ ചുവന്ന് നീര് വന്ന് വീർത്തും സഹിക്കാൻ പറ്റാത്ത വേദനയും കൂടെ തുടർച്ചയായിട്ട് വെള്ളം വരാനും തുടങ്ങി. ഉടനെ ചെന്ന് ഞാൻ 812 എപ്പിസോഡ് കണ്ട് പ്രാർത്ഥിച്ചു. വീഡിയോ 3 തവണ റിപ്പീറ്റ് ആയി കണ്ടു. അപ്പോൾ പാട പോലെ എന്തോ ഒന്ന് എൻ്റെ കണ്ണിൽ നിന്ന് നീങ്ങിപ്പോകുന്നതായിട്ട് അനുഭവപ്പെട്ടു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നീരും പോയി, വേദനയും ചുവപ്പും കമ്പിളിയുമായി പരിപൂർണമായി സൗഖ്യം കിട്ടി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ നിയമത്തിൽ അല്ലേ, നമ്മുടെ റഫായൽ മാലാഖ ചെയ്യുന്ന തോബിയാസ് അല്ലേ, തോബിയാസ് സംഭവം കണ്ണിൽ നിന്ന് പാട പോലെ നടന്ന് അതുപോലത്തെ സംഭവം അല്ലേ. ഇതിനൊരു കാരണമുണ്ട്, അതാണ് സാക്ഷ്യം. എനിക്ക് ഈ വ്യക്തിക്ക് വിശ്വാസം വരാൻ കാരണം 1.5 വർഷം മുൻപ് ഒരു വെളുപ്പാൻ കാലത്ത് ഇതേ കണ്ണിൽ നിന്ന് തന്നെ ഒരു വലിയൊരു പ്രാണി കയറി കണ്ണിന് നീരും വേദനയും വന്നു. കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിലായി, പൂർണ്ണമായും അടഞ്ഞു എന്ന് തന്നെ പറയാം. അന്ന് ഞാൻ 812 എപ്പിസോഡ് കണ്ട് പ്രാർത്ഥിച്ചു. വീഡിയോയുടെ അവസാനത്തെ ആശീർവാദ സമയത്ത് എൻ്റെ കണ്ണ് തന്നെ തുറന്നു വന്നു. ഞാൻ 1 തവണ മാത്രമേ എപ്പിസോഡ് കണ്ടിട്ടുള്ളൂ. അപ്പോഴേ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടൊന്നും വന്നു. അപ്പോഴേ ഈശോ സൗഖ്യം തന്നു. അന്ന് ഈ സാക്ഷി ഞാൻ വാട്സപ്പിലാണ് അയച്ചത്. എഴുതി അയക്കാൻ ഇതിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി അയച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കിയാൽ പഴയ അനുഭവം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് വേഗം എഴുന്നേറ്റ് അല്ലേ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഡോക്ടറെ കാണണ്ടെന്നോ മരുന്ന് വേണ്ടാന്നോ ചികിത്സ വേണ്ടാന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അതെല്ലാം വൈദ്യന്മാരെ സൃഷ്ടിക്കുന്ന ദൈവമാണ്, മരുന്ന് സൃഷ്ടിക്കുന്ന ദൈവം, എല്ലാം വേണം. പക്ഷേ നമുക്ക് എന്താണ് പ്രാർത്ഥനയും കൂടെ വേണം. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഈശോ സൗഖ്യം വിടുതലും തന്നുകൊണ്ടിരിക്കട്ടെ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തായാലും ഇന്ന് കണ്ണിന്റെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി പ്രത്യേകത പറയാം. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ അനുദിന ആവശ്യങ്ങളിൽ ഇടപെടുന്നവനാണ് കർത്താവ്. എനിക്കിതെല്ലാം കേൾക്കുമ്പോൾ കാണും വലിയ വിശ്വാസം വർദ്ധിക്കുകയാണ്. പിന്നെ ആൾക്കാരൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും ദൂഷിച്ചൊക്കെ സംസാരിക്കും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഈശോയുടെ കാര്യത്തിലൂടെ മാത്രം മുറുകെ പിടിച്ചിരിക്കുക. അത് ഈശോയുടെ സമയത്ത് ഇങ്ങനെ ഒരുപാട് സംസാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യരുത് കേട്ടോ. നമ്മൾ വിശ്വാസത്തിൽ പ്രാർത്ഥന ശക്തിപ്പെട്ട് മുന്നോട്ട് പോകും. ഒരു സമയത്ത് അവർക്കൊരാവശ്യം വരുമ്പോൾ ഈശോ തന്നെ ഇടപെട്ട് അവരെയും കൂടെ നമ്മുടെ കുടുംബാംഗം ആയിക്കോണം. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട്, ചിലപ്പോൾ പ്രാർത്ഥന നിർത്തി എഴുന്നേറ്റ് പോകേണ്ടി വരാം എന്നാണ് തലക്കെട്ട്. വിശുദ്ധ മാർക്കോസ് ശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 48-ാം തിരുവചനം, ഗോസ്പൽ ഓഫ് സെന്റ് മാർക്ക് ചാപ്റ്റർ 6:48. അവിടെ കൊടുത്തിരിക്കുന്ന വചനത്തിന്റെ തലക്കെട്ടിൽ ഒരു അർത്ഥമുണ്ട്. ഇങ്ങനെയാണ്: അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. ഈശോയാണ്. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ ഈശോ ചെയ്ത കാര്യം, കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തെത്തി. എന്നിട്ട് അവരെ കടന്നു പോകാൻ ഭാവിച്ചു. നല്ല രസകരമായ ഒരു നാടകീയമായ ഒരു അവതരണങ്ങളൊക്കെയാണ്. വളരെ മനോഹരമാണ് ഇതെല്ലാം അല്ലേ. ഈശോ ശിഷ്യന്മാരെ നമ്മളുടെ ബന്ധം വായിച്ച് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു അല്ലേ. ഒരു ഒളിച്ചുകളി പോലെയൊക്കെ കടന്നു പോകാൻ ഭാവിക്കുന്നു അല്ലേ. ഭയങ്കര ഒരു സ്നേഹബന്ധത്തിലാണ്. നിങ്ങൾ ചോദിക്കുക, അതായത് അപ്പനും മക്കളും നമ്മളിതൊക്കെ പിള്ളേരൊക്കെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ ചെറുപ്പത്തിൽ ഒളിച്ചു കളിക്കുകയല്ലേ അല്ലേ എന്ന് പറയുന്നത് പോലത്തെ നല്ല രസകരമായ ചില സംഗതികളാണ്. തിയോളജിക്കൽ അതിന് വേറെ പല അർത്ഥങ്ങളും ഉണ്ട്. ഞാൻ സിമ്പിളായിട്ടൊക്കെ പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കഴിഞ്ഞൊരു എപ്പിസോഡ് പറഞ്ഞിരുന്നു, ഈശോയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടിയില്ല. എന്നിട്ട് ഈശോ ഇച്ചിരി വിശ്രമിക്കാമെന്ന് പറഞ്ഞ് വഞ്ചിയിൽ കയറി പോകുന്നു. ആൾക്കാർ കരയെ കൂടി ഓടുന്നു. വഞ്ചി അവിടെ എത്തിയപ്പോഴത്തേക്കും ആൾക്കാർ അവിടെ എത്തി. എന്നാൽ പിന്നെ ഈശോ വിശ്രമം എന്താ അവിടെ ആൾക്കാരെ കാണുന്നു. അതിനുശേഷം എന്നാ വിശ്രമിക്കാൻ വേണ്ടി ചിന്തിക്കുന്നില്ല. ശിഷ്യന്മാരെ പറഞ്ഞതിന് ശേഷം ഈശോ വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ശിഷ്യന്മാർ ഈശോ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് മനസ്സിലാക്കുകയാണ്, ശിഷ്യന്മാർ രാത്രിയായി വഞ്ചി തുഴഞ്ഞ് കാറ്റ് പ്രതികൂലം അവശരായി. ഓനെ ഈശോ ചെയ്ത കാര്യം എന്താ? ഈശോ വേഗം പ്രാർത്ഥന അവസാനിപ്പിച്ചിട്ട് അല്ലേ എഴുന്നേറ്റ് അവരുടെ കാര്യത്തിൽ ഇടപെടുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനകത്ത് 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ വഞ്ചി തുഴഞ്ഞ് അവശരാകുന്നത് പോലെയാണ് ചിലപ്പോൾ കുടുംബമൊക്കെ തുഴഞ്ഞ് അല്ലേ, അല്ലെങ്കിൽ കടബാധ്യത കൊണ്ട്, രോഗം കൊണ്ട്, പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പം ഇതൊന്നും ഈശോ അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈശോ വരാതിരിക്കുകയല്ല. ഈശോ അങ്ങനെ ആകാശങ്ങൾ മറഞ്ഞിരിക്കുന്ന ഈശോ അല്ല. നമ്മുടെ അടുത്ത് വരും. അത് അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. അതിൽ ബൈബിൾ പറയുന്നത്, നിന്റെ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ഞാൻ അറിയുന്നുണ്ടെന്നാണ് വചനം. അപ്പം അതിനകത്ത് സംശയമേ വേണ്ട. പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈശോ ഇടപെടും. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതാണ്,
ഈശോ ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളിങ്ങനെ കടന്നു പോകാൻ ഭാവിക്കും. ആ സമയത്ത് ശ്രദ്ധിച്ചോണം. അവർ ഉറക്കം അല്ലേ, അവർ ശരിക്കും പറഞ്ഞാൽ ബോധവാന്നൊക്കെ ചില പേടിക്കലൊക്കെ ഉണ്ട്. പക്ഷേ കർത്താവാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കൊരു റെസ്പോൺസ് കാര്യങ്ങളൊക്കെ വരിക. പത്രോസുകാരുടെ ഒരു റെസ്പോൺസ് വേറൊരു വശം അല്ലേ. വേറൊരു സമയത്ത് വഞ്ചി തുഴഞ്ഞ് അല്ലേ, പിന്നെ കർത്താവ് ഞങ്ങൾ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. അത് പിന്നെ വഞ്ചി തന്നെ ഈശോ ഉണ്ട്, ഉറങ്ങുമായിരുന്നു ഈശോ, ഉറങ്ങുന്നുണ്ടല്ലോ അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ സമീപത്തുണ്ട്, നമ്മൾ കർത്താവിനെ ശക്തമായിട്ട് വിളിച്ചപേക്ഷിക്കണം, ഒന്നായിട്ട് ഈശോനെ വിളിച്ചപേക്ഷിക്കണം. ഇനി വേറൊരു കാര്യം, നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥനയിൽ ആരംഭിക്കും. ഒരിക്കലും പ്രാർത്ഥനയുടെ സമയം കട്ട് ചെയ്യാനോ കുറയ്ക്കാനോ അല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ മനുഷ്യർ ഞെരുക്കുന്നത് കാണുമ്പോൾ ഒരു കൈ സഹായവും കൂടെ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലേ. ഈശോയുടെ പ്രാർത്ഥിച്ച സമയം കഴിഞ്ഞ് കാണുമായിരിക്കും, എന്താ നമ്മളതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ ഈശോ അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കി ഈശോ ഇടപെടുക. അപ്പോൾ പ്രാർത്ഥനയും പിന്നെ ഒരു പ്രവർത്തനം, ഒരു ഇടപെടലും കൂടെ വേണം. പ്രയർ മാത്രമല്ല, വിശ്വാസവും പ്രവർത്തിയും വളരെ പ്രധാനപ്പെട്ട. പ്രവർത്തി മാത്രമല്ല പ്രാർത്ഥന, ഇത് രണ്ടും ഒന്ന് ബാലൻസ് ചെയ്ത് പോകണം. മർത്തായും മറിയും കൂടെ ഒരുമിച്ചാകുമ്പോൾ ഫുള്ളി ഓക്കെയാണ്. മർത്ത തന്നെ പോയ പ്രശ്നമാണ് അല്ലേ, മറിയ തന്നെ പോയ പ്രശ്നം ഞാൻ പറയുന്നില്ല, കാരണം വേറൊരു ലെവലാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അതിന് കർത്താവ് വൃത്തി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കാര്യമുണ്ട്, പല വഴിക്കാണല്ലോ കൊള്ളുന്നത് അല്ലേ, സ്പർശിക്കുന്നത്. അനുഗ്രഹിക്കണം. നമുക്ക് സ്തുതിക്കാം. ഹാലേലുയ, ഹാലേലുയ, ഉച്ചത്തിൽ സ്തുതിക്കാം. ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുന്നു. കർത്താവേ, ഈ നല്ല പ്രഭാതത്തിൽ കർത്താവ് ഇവരെ ആശീർവദിക്കുക, അനുഗ്രഹിക്കുക ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൃപ നിങ്ങൾ ഓരോരുത്തരും മേലും വന്ന് നിറയട്ടെ കർത്താവ്. ഇന്നത്തെ വിശുദ്ധ കുർബാനയിലേക്ക് ഇവരെ ചേർത്ത് വെച്ച് അനുഗ്രഹിക്കുന്ന കർത്താവ്, ഈ വചനത്തിന്റെ 3 മേഖലകളിൽ കർത്താവ് ഏതെങ്കിലും ഒന്ന് കർത്താവ് അവിടുന്ന് അവരെ തൊടണമേന്ന് ആശീർവദിക്കുക. കർത്താവ് എല്ലാ ദുഷ്ടാരികളും ബന്ധിക്കുന്ന ഇതിന് വിരുദ്ധമായി സംഭവിച്ചിരിക്കുന്ന എല്ലാം ഞങ്ങൾ ജീവിതം മാഞ്ഞു പോകട്ടെ എന്ന് ആശീർവദിക്കുന്നു. കർത്താവ് ഇവരെ എല്ലാവരും പ്രത്യേകം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ ദൈവമേത്തെ കണ്ണിന് ഏതെങ്കിലും തരം രോഗപീഠകളാൽ ക്ലേശിക്കുന്നവര്, ചെറിയ കുഞ്ഞുങ്ങള്, കണ്ണിന്റെ കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളവര്, അല്ലെങ്കിൽ നോട്ടം മാറിപ്പോകുന്നവര്, അതൊക്കെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ഓരോ കുഞ്ഞുങ്ങളെ ആശീർവദിക്കുന്നു, മുതിർന്നവരെ ആശീർവദിക്കുന്നു. കർത്താവ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നവരെ ആശീർവദിക്കുന്നു. കർത്താവ് വെള്ളെഴുത്ത് അങ്ങനത്തെ പലതരത്തിലുള്ള കണ്ണിന്റെ രോഗപീഠങ്ങൾ, ഞരമ്പിന്റെ റെറ്റിന്റെ പ്രശ്നങ്ങളെല്ലാം ഈശോയുടെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ശക്തിയാൽ, ഈശോയുടെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയാൽ കർത്താവ് രോഗങ്ങളെല്ലാം മാറിപ്പോകട്ടെ. കണ്ണുകളെല്ലാം കഴുകി യേശുവിന്റെ രക്തം വിശുദ്ധീകരിക്കപ്പെടട്ടെ. ദുഷ്ടാരികളെ ബന്ധിക്കുന്നു, പൈശാചികളെ ബന്ധിക്കുന്നു, നിത്യാഗ്നിയിലേക്ക് ബന്ധിക്കുന്നു. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ അപ്പോസ്തലർ 4:30 പ്രകാരം അത്ഭുതങ്ങളും അടയാളവും രോഗശാന്തിയും മാനസാന്തരവും സംഭവിക്കട്ടെ. ഈ വചനം ഇവരിൽ മാംസം ധരിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.